അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതോർക്കുക. എൻ്റെ നാഥ, ഇതിനെ ശാന്തി നിറഞ്ഞ ഒരു പട്ടണമാക്കണമേ. ഇതിനെ മീൻസ് മക്ക. അതിലെ നിവാസികളിൽ അള്ളാഹുവിലും അന്ത്യവിശ്വാസത്തിലും വിശ്വസിച്ചവർക്ക് നീ നാനാവിധ ഫലങ്ങൾ അന്നമായി നൽകണമേ. മറുപടിയായി നാഥൻ അരുളി, അവിശ്വാസികൾക്കും ഞാൻ ഈ ലോകത്തെ ക്ഷണിക ജീവിതത്തിനുള്ള വിഭവങ്ങൾ നൽകുന്നതാകുന്നു. എന്നാൽ ഒടുവിൽ അവരെ നരകപീഡനത്തിലേക്കു തള്ളിവിടും. അത് എത്ര ദുർഭഗമായ സങ്കേതം! ഓർക്കുക, ഈ മന്ദിരത്തിൻ്റെ ഭിത്തികൾ പടുത്തുയർത്തവേ ഇബ്രാഹീമും ഇസ്മായിൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്ന് ഈ എളിയ കർമ്മം നീ കൈക്കൊള്ളണമേ. സകലരിൽ നിന്നും കേൾക്കുന്നവനും സകലതും അറിയുന്നവനുമല്ലോ നീ. നാഥ, ഞങ്ങളിരുവരെയും നിനക്ക് മുസ്ലിം അനുസരണയുള്ളവർ ആയ ദാസന്മാരാക്കണമേ. ഞങ്ങളുടെ സന്തതികളിൽ നിന്നും നിനക്ക് മുസ്ലിമായ ഒരു സമൂഹത്തെ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാ മാർഗങ്ങൾ അറിയിച്ചു തരണമേ. ഞങ്ങളുടെ വീഴ്ചകൾ മാപ്പാക്കി തരണമേ. ഏറെ മാപ്പരുളുന്നവനും കരുണാവാരിധിയുമല്ലോ നീ. ഞങ്ങളുടെ നാഥ, ഈ ജനത്തിൽ അവരിൽ നിന്ന് തന്നെ നിന്റെ വചനങ്ങൾ കേൾപ്പിക്കുകയും ഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും അവരുടെ ജീവിതത്തിൽ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ നീ നിയോഗിക്കണമേ. സർവശക്തനും യുക്തിജ്ഞനുമല്ലോ നീ. ഇനിയും ആരാണ് ഇബ്രാഹീമിൻ്റെ മാർഗം വെറുക്കുക? സ്വയം അജ്ഞനും വിഡ്ഢിയുമായവനല്ലാതെ ആർക്കങ്ങനെ ചെയ്യാനാകും? ഈ ലോകത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാം തിരഞ്ഞെടുത്ത വ്യക്തിയാകുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. പരലോകത്തിലോ അദ്ദേഹം സജ്ജനഗണത്തിൽ തന്നെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാഥൻ അദ്ദേഹത്തോട് നീ മുസ്ലിം ആവുക എന്നാജ്ഞാപിച്ചപ്പോൾ ഉടനെ അദ്ദേഹം ബോധിപ്പിച്ചു, ഞാൻ പ്രപഞ്ചനാഥന് മുസ്ലിം ആയിരിക്കുന്നു. ഇതേ സരണിയിൽ തന്നെ സഞ്ചരിക്കുവാൻ ഇബ്രാഹിം തൻ്റെ സന്തതികളോട് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ ഉപദേശം തന്നെ യാക്കൂബ് അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മക്കൾക്കും നൽകിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മക്കളെ, അള്ളാഹു നിങ്ങൾക്കായി ഈ ദീൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതിനാൽ മരണം വരെ നിങ്ങൾ മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കുവിൻ. അല്ല, യാക്കൂബ് അലൈഹിസ്സലാം ആസന്ന മരണനായപ്പോൾ നിങ്ങൾ അവിടെ സന്നിഹിതരായിരുന്നുവോ? അന്നേരം അദ്ദേഹം തൻ്റെ സന്തതികളോട് ചോദിച്ചു, എൻ്റെ മക്കളെ, എനിക്ക് ശേഷം നിങ്ങൾ ആർക്ക് ഇബാദത്ത് ചെയ്യും? അവരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾ താങ്കളുടെയും താങ്കളുടെ പിതാക്കളായ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം എന്നിവരുടെയും ദൈവമായ ഏകദൈവത്തിൽ തന്നെ ഇബാദത്ത് ചെയ്യുന്നതും അവന് തന്നെ മുസ്ലിങ്ങളായിരിക്കുന്നതും ആകുന്നു. അത് കഴിഞ്ഞുപോയൊരു സമുദായമായിരുന്നു. അവർ സമ്പാദിച്ചു വെച്ചത് അവർക്കുള്ളതാകുന്നു. നിങ്ങൾ സമ്പാദിക്കുന്നതെന്തോ അതാണ് നിങ്ങൾക്കുള്ളത്. അവർ എന്തു പ്രവർത്തിച്ചിരുന്നുവെന്ന് നിങ്ങൾ ചോദിക്കപ്പെടുന്നതല്ല. ജൂതന്മാർ പറയുന്നു, നിങ്ങൾ ജൂതരാകുവിൻ, എങ്കിലേ സന്മാർഗം പ്രാപിക്കൂ. ക്രിസ്ത്യാനികൾ പറയുന്നു, നിങ്ങൾ ക്രിസ്ത്യാനികളാകുവിൻ, എന്നാലേ സന്മാർഗം ലഭിക്കൂ. താങ്കൾ പറയുക, അല്ല, എല്ലാം വെടിഞ്ഞ് ഇബ്രാഹീമിൻ്റെ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. ഇബ്രാഹിം അലൈഹിസ്സലാമോ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടിരുന്നില്ല. മുസ്ലിങ്ങളെ, നിങ്ങൾ പ്രഖ്യാപിക്കുവിൻ, ഞങ്ങൾ അള്ളാഹുവിലും ഞങ്ങൾക്ക് അവതരിച്ചു കിട്ടിയ സന്മാർഗത്തിലും ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാം, യാക്കൂബ് സന്തതികൾ എന്നിവർക്ക് അവതീർണമായതിലും മൂസാ അലൈഹിസ്സലാമയ്ക്കും ഈസാ അലൈഹിസ്സലാമയ്ക്കും നൽകപ്പെട്ടതിലും മറ്റെല്ലാ പ്രവാചകന്മാർക്കും അവരുടെ നാഥനിൽ നിന്ന് നൽകപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ അവരിൽ ആരോടും വിവേചനം കാണിക്കുന്നില്ല. അള്ളാഹുവിന് സർവസ്വവും അർപ്പിച്ചവരാകുന്നു ഞങ്ങൾ. എന്നിട്ട് നിങ്ങൾ വിശ്വസിച്ച പോലെ അവരും വിശ്വസിക്കുന്നുവെങ്കിൽ അവർ സന്മാർഗം പ്രാപിച്ചവരായി. പിന്മാറുന്നുവെങ്കിലോ അവർ കക്ഷി മത്സരത്തിലാണെന്ന് സ്പഷ്ടം. അതിനാൽ അവർക്കെതിരെ താങ്കളെ സംരക്ഷിക്കുന്നതിന് മതിയായവനാകുന്നു അള്ളാഹു എന്ന് സമാധാനിച്ചു കൊള്ളുക. സർവശ്രോതാവും സർവജ്ഞനുമാണല്ലോ അവൻ. പറയുവിൻ, നിങ്ങൾ അള്ളാഹുവിൻ്റെ വർണ്ണം സ്വീകരിക്കുക. അവൻ്റെ വർണ്ണത്തേക്കാൾ ഉത്കൃഷ്ടമായ ആരുടെ വർണ്ണമുണ്ട്? ഞങ്ങൾ അവന് മാത്രം അടിമത്തമർപ്പിക്കുന്നവരാകുന്നു. നബി
അവരോട് പറയുക, നിങ്ങൾ അല്ലാഹുവിൻ്റെ കാര്യത്തിൽ ഞങ്ങളോട് തർക്കിക്കുകയോ? ഞങ്ങളുടെ നാഥനും നിങ്ങളുടെ നാഥനും അവൻ തന്നെയായിരിക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കർമ്മങ്ങളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ കർമ്മങ്ങളും. ഞങ്ങൾ അല്ലാഹുവിന് മാത്രം അടിമത്തമർപ്പിച്ചവരാകുന്നു. അതല്ല, ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും ഇസ്ഹാഖ് അലൈഹിസ്സലാമും യാക്കൂബ് അലൈഹിസ്സലാമും യാക്കൂബ് സന്തതികളും എല്ലാം ജൂതന്മാരായിരുന്നു, അഥവാ ക്രിസ്ത്യാനികളായിരുന്നു എന്നാണോ നിങ്ങളുടെ വാദം? എങ്കിൽ ചോദിക്കുക, നിങ്ങളാണോ ഏറെ അറിയുന്നത്, അതോ അല്ലാഹുവോ? തൻ്റെ വശം അല്ലാഹുവിങ്കൽ നിന്നുള്ള ഒരു സാക്ഷ്യമുണ്ടായിരിക്കുകയും എന്നിട്ടതിനെ മറച്ചു വയ്ക്കുകയും ചെയ്യുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചൊന്നും അല്ലാഹു അശ്രദ്ധനല്ല തന്നെ. അത് കഴിഞ്ഞുപോയൊരു ജനതയായിരുന്നു. അവരുടെ നേട്ടങ്ങൾ അവരുടേതാകുന്നു, നിങ്ങളുടെ നേട്ടങ്ങൾ നിങ്ങളുടേതും. അവരുടെ കർമ്മങ്ങളെക്കുറിച്ച് നിങ്ങളോട് ചോദ്യമുണ്ടാകുന്നതല്ല. മൂഢജനം തീർച്ചയായും പറയും, നമസ്കാരത്തിൽ മുമ്പ് അഭിമുഖീകരിച്ച കിബിലയിൽ നിന്ന് അവരെ പെട്ടെന്ന് തെറ്റിച്ചു കളഞ്ഞത് എന്ത്? നബിയെ, അവരോട് പറയുക, കിഴക്കും പടിഞ്ഞാറുമെല്ലാം അല്ലാഹുവിൻ്റേതാകുന്നു. അല്ലാഹു ഇച്ഛിക്കുന്നവരെ അവൻ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നു. ഇவ்விധം നാം നിങ്ങളെ മുസ്ലിങ്ങളെ ഒരു മിത സമുദായമാക്കിയിരിക്കുന്നു, നിങ്ങൾ ലോകജനതകൾക്ക് സാക്ഷികളാകുന്നതിനു വേണ്ടി, ദൈവദൂതൻ നിങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടിയും. മുമ്പ് നിങ്ങൾ തിരിഞ്ഞ ദിക്കിനെ കിബിലയാക്കി നിശ്ചയിച്ചത് ദൈവദൂതനെ പിന്തുടരുന്നവരെയും പിന്തിരിഞ്ഞു പോകുന്നവരെയും വേർതിരിച്ച് കാണാൻ വേണ്ടി മാത്രമായിരുന്നു. ഈ നടപടിയാകട്ടെ വലിയൊരു പ്രയാസം തന്നെയാകുമായിരുന്നു. പക്ഷേ അല്ലാഹുവിൻ്റെ മാർഗദർശനം ലഭിച്ചവർക്കതൊട്ടും പ്രയാസകരമായില്ല. അല്ലാഹു ഒരിക്കലും നിങ്ങളുടെ ഈ വിശ്വാസത്തെ പാഴാക്കുകയില്ല. മനുഷ്യരോട് അദമ്യമായ വാത്സല്യമുള്ളവനും ദയാപരനുമല്ലോ അല്ലാഹു. ഓ പ്രവാചകരെ, താങ്കളുടെ മുഖം മാനത്തേക്ക് ആവർത്തിച്ചു വരുന്നത് നാം കാണുന്നുണ്ട്. ശരി, നാം താങ്കളെ താങ്കൾ ഇഷ്ടപ്പെടുന്ന കിബിലയുടെ ദിക്കിലേക്ക് തിരിക്കുകയാണ്. അതിനാൽ മസ്ജിദുൽ ഹറമിൻ്റെ വശത്തേക്ക് മുഖം തിരിക്കുക. ഇനി നിങ്ങൾ എവിടെയായിരുന്നാലും അതിൻ്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ച് നമസ്കരിക്കുക. കിബില മാറ്റം സംബന്ധിച്ച ഈ വിധിക്ക് തങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള സത്യമാണിതെന്ന് വേദം നൽകപ്പെട്ടിട്ടുള്ള ഈ ജനങ്ങൾക്ക് നന്നായി അറിയാം. അവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ അതേക്കുറിച്ച് അല്ലാഹു അശ്രദ്ധനല്ല തന്നെ. താങ്കൾ ഈ വേദക്കാരുടെ മുമ്പിൽ എന്ത് ദൃഷ്ടാന്തം ഹാജരാക്കിയാലും അവർ താങ്കളുടെ കിബിലയെ പിൻപറ്റുകയെന്നത് സംഭവ്യമല്ല. നിങ്ങൾ അവരുടെ കിബിലയെ പിൻപറ്റുകയെന്നതും സംഭവ്യമല്ല. അവരിൽ ഒരു വിഭാഗം മറ്റുള്ളവരുടെ കിബില പിൻപറ്റാനും സന്നദ്ധരല്ല. ഈ വിവരം ലഭിച്ചതിന് ശേഷം അവരുടെ ഇച്ഛകളെ അനുധാവനം ചെയ്യുകയാണെങ്കിൽ താങ്കൾ അധർമ്മികളുടെ ഗുണത്തിൽ പെട്ടുപോയത് തന്നെ. നാം വേദം നൽകിയ ജനം കിബിലയുമായി നിശ്ചയിക്കപ്പെട്ട ഈ സ്ഥാനം സ്വസന്താനങ്ങളെ അറിയുന്നത് പോലെ അറിയുന്നു. പക്ഷേ അവരിൽ ഒരു വിഭാഗം അറിഞ്ഞുകൊണ്ട് തന്നെ സത്യം മറച്ചു വയ്ക്കുകയാണ്. ഇത് താങ്കളുടെ നാഥങ്ങളിൽ നിന്നുള്ള ഖണ്ഡിതമായൊരു സത്യമാകുന്നു, ഉറച്ച ഒരു സത്യമാകുന്നു. അതിനാൽ അതേപ്പറ്റി താങ്കൾ ഒരിക്കലും സംശയിക്കാതിരിക്കുക. ഓരോരുത്തർക്കും ഓരോ ദിശയുണ്ട്, അവർ അതിലേക്ക് തിരിയുന്നു. നിങ്ങൾ നന്മയുടെ ദിശയിലേക്ക് മുന്നേറുവിൻ. നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹു നിങ്ങളെയെല്ലാം പ്രാപിക്കുന്നതാകുന്നു. അവൻ്റെ കഴിവിനതീതമായി യാതൊന്നുമില്ല. താങ്കൾ ഏതു വഴിക്ക് സഞ്ചരിച്ചാലും അവിടെ നിന്ന് നമസ്കാര സമയത്ത് മസ്ജിദുൽ ഹറമിനെ അഭിമുഖീകരിക്കുക. എന്തുകൊണ്ടെന്നാൽ അത് താങ്കളുടെ രക്ഷിതാവിൻ്റെ തികച്ചും ന്യായമായ തീരുമാനമാകുന്നു. അല്ലാഹു നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് അശ്രദ്ധനല്ല. താങ്കൾ എവിടെ സഞ്ചരിച്ചാലും താങ്കളുടെ മുഖം മസ്ജിദുൽ ഹറമിൻ്റെ ദിക്കിലേക്ക് തന്നെ തിരിക്കുക. നിങ്ങൾ എവിടെയായിരുന്നാലും അതിൻ്റെ ദിക്കിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് എതിരിൽ ജനത്തിനൊരു ന്യായവും ലഭിക്കാതിരിക്കട്ടെ. എന്നാൽ അവരിലെ അധാർമ്മകാരികൾ ഒരിക്കലും നാവടക്കുകയില്ല. അവരെ നിങ്ങൾ ഭയപ്പെടരുത്, എന്നെ ഭയപ്പെടുവിൻ. ഇത് എൻ്റെ അനുഗ്രഹം നിങ്ങളിൽ പൂർത്തീകരിക്കേണ്ടതിനാകുന്നു. എൻ്റെ ഈ വിധി പിന്തുടരുക വഴി നിങ്ങൾക്ക് സന്മാർഗം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.